605 എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫാമിലി ആയിരുന്നു. നിങ്ങൾ ആരാന്നൊക്കെ അറിയണ്ടേ? അല്ല പോലീസോ മറ്റോ ആണോ എന്ന്. ഇതാണ് കറക്റ്റ് റൂം. റെയ്ഡൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിനും ഒരു മറയൊക്കെ വേണ്ടേ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സേഫാ. എല്ലാം സേഫായി ചെയ്യുന്നത് എനിക്കും ഇഷ്ടം. സാറ് കെട്ടിയതല്ലേ? ഒന്നിലും അങ്ങോട്ട് തൃപ്തനല്ല, ഒന്നിലും അല്ലേ? സാറിന് ഏത് ടൈപ്പാണ് വേണ്ടേ? തമിഴ് വേണോ, ഹിന്ദി വേണോ, കറുത്തത് വേണോ, വെളുത്തത് വേണോ? എല്ലാം റെഡിയാ മോളി. സാറിന് പുറത്തോട്ട് കൊണ്ടു കൊണ്ടു, ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. സാറിന് ഇഷ്ടം പോലെ. അല്ല, ആ ഫോട്ടോ കണ്ട കുട്ടിയില്ലേ? അതൊക്കെ ചീള് കേസല്ലേന്നേ സാറേ. അതിലും നല്ല കിടിലം പീസ് നമ്മുടെ വേറെ ഉണ്ട്. പിന്നെ ക്യാഷിന്റെ കാര്യം എങ്ങനെ സാറേ? ഗൂഗിൾ പേ ആണോ അതോ ക്യാഷ് ആയിട്ടാണോ? സാർ പൊന്നാര മോനെ, അതാരെന്നറിയോടാ? എന്റെ ഭാര്യയോടാ അവള്. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഫോട്ടോ? പിന്നെ ആരണോ? അത് ഞങ്ങൾ വിലക്ക് മേടിച്ചത്. പേജ സാറ്. അയ്യോ സാറേ, ഞങ്ങൾക്ക് ആ പേജ് കിട്ടുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഫോട്ടോയാ. ഈ പേജ് കിട്ടിയ പറ്റിയ കസ്റ്റമറെ ഒപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ വെറും ഡീലേഴ്സ് മാത്രമാണ് സാറേ. ബാക്കിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് മോളി വേറെ ആളുകളുണ്ട് സാറേ. അവരൊക്കെ ലക്ഷങ്ങൾ കൊടുത്താ ഈ പേജ് മേടിക്കുന്നത്. സത്യമായിട്ടും ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ. ഇതിന്റെ പുറകിൽ ആരടാ? ആരെന്ന് പറയടാ? ഇതുവരെ ഉറങ്ങിയില്ലേ? ഭക്ഷണം കഴിച്ചോ? ഇല്ല. മരുന്ന് കഴിച്ചോ? ഇല്ല. ഗൗരി, എന്താ പറ്റിയേ? അത് തന്നെ എനിക്ക് വിനോദേട്ടനും ചോദിക്കാനുള്ളത്. വിനോദേട്ടൻ എന്താ പറ്റിയേ? എന്റെ അടുത്തൊരു വാക്ക് മിണ്ടാറുണ്ടോ? പഴയതുപോലെ ശ്രദ്ധിക്കാറുണ്ടോ? കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കും. വിനോദേട്ടൻ എന്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും പറ. ഗൗരി, നീ എന്തൊക്കെയായി പറയണേ? എനിക്ക് നിന്നോട് എന്ത് ദേഷ്യ? ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. നീ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഈ ഫോട്ടോ ആണോ നിങ്ങളുടെ പ്രശ്നം? പറ. എന്തോ ഒരു സിഗരറ്റ് എടുത്തേ. മനോജേട്ടനും ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ചേച്ചിയുടെ ബിറ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏത് ചേച്ചിയുടെ? അക്ഷയയിലെ ചേച്ചിയുടെ, ഗൗരി ചേച്ചിയുടെ. എന്ത്? അപ്പം നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? ഇതാ. ഇതെവിടുന്ന? ആരിട്ടതാ? അതൊന്നും അറിയത്തില്ല. ഇതൊരു പേജിൽ വന്നതാ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ ലിങ്ക് ഇട്ട് തരാം. ജയോ, നീ വന്നേ.
എന്താ സാറേ? നോക്കി ഗൗരി, ആജി ഞാൻ ഈ സമയത്ത് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്താ ചേച്ചി? ഞാനൊരു ഫോട്ടോ കണ്ടു. ഫോട്ടോയോ? ഉറക്കമില്ലാതെ വേഷം മാറി നടക്കുന്നു, ആരൊക്കെ തല്ലാൻ നടക്കുന്നു. സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവില്ല ഇത് ഫേക്ക് ആണെന്ന്. എനിക്കൊരു പ്രശ്നമില്ല, പിന്നെ നിങ്ങൾ ആർക്കാ പ്രശ്നം? ഗൗരി, നീ ഇരിക്ക്. സ്ട്രേഞ്ച് അല്ലേ? നീ ഇരിക്കേ, ഇരിക്ക്. ഗൗരി, ഗൗരി, നീ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യല്ലേ പ്ലീസ്. എന്താ വിനോദേട്ടാ, നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ വലുത്. സത്യം ചെയ്, ഇനി ഇതിന്റെ പിന്നാലെ ഒന്നും പോകത്തില്ല. അത് സത്യം ചെയ്. എന്നെ കൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കല്ലേ ഗൗരി. എന്നാ ഉറപ്പ് പറ. ഉറപ്പ്, ഞാനിനി അതിന്റെ പുറകെ പോവില്ല. വിനോദേട്ടാ, ഞാൻ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇനി വഴക്കിനൊന്നും പോയില്ലല്ലോ അല്ലേ? ചേച്ചി, ചേച്ചി, ചേച്ചി. ആ, ഈ ഫോട്ടോ കണ്ടിപ്പോ നിനക്ക് എന്താ വേണ്ടേ? നമ്മുടെ സ്വന്തം ആളെന്ന് കരുതി പറഞ്ഞതാ. ഇതിപ്പോൾ എന്നോട് ചൂടായിട്ട് ഇപ്പം ഇനി എന്നാന്നാവോ സെക്കൻഡ് പാർട്ട്? ആ പറയടാ. 12 പാക്കറ്റാ? ഞാൻ സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ. നീ ഹോൾഡ് ചെയ്യേ. എവിടാടാ പരിപാടി? ഏയ് ഇല്ലടാ, ഇറങ്ങാൻ പറ്റിയല്ല, ഷോപ്പില. ഞാനിപ്പോൾ ചേച്ചിയെ കണ്ട് സംസാരിച്ചോളൂ. സുഖമല്ലേ? ആ വന്നോ? എന്താടാ അക്ഷയിൽ എന്താ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞേ? അത് അവളൊരുത്തൻ കമൻ്റ് അടിച്ചു, ഞാൻ അവനെ പിടിച്ചിടിച്ചു. എടാ എന്താ നിന്റെ ഉദ്ദേശം? ഇങ്ങനെ തല്ലാനാണ് നീ എത്ര പേരെ തല്ലും? ഗൗരിക്ക് ഇപ്പോൾ 8ാമത്തെ മാസമാണ്. നീ ഇപ്പോൾ അവിടെ കൂടെ നിൽക്കേണ്ട സമയം. ഇനി വേണ്ട, ഇതിൻ്റെ പുറകെയൊന്നും പോകണ്ട കേട്ടോ. ചോദിച്ചാൽ എനിക്ക് ആ ഹരീഷിനെ കിട്ടണം. ഓഹ് എടാ, അവനെയും സിനിമാക്കാരനെന്നല്ലേ പറഞ്ഞത്? അവർക്കൊക്കെ ഭയങ്കര ഹോൾഡ് ഉണ്ടാവും. നമുക്കിത് ലീഗലി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഞാൻ സക്കറിയെ വിളിച്ച് പറയാം. ചേട്ടാ, ഒന്നും ശരിയാവില്ല. പിന്നെന്താ നിന്റെ പ്ലാൻ? അതൊന്ന് പറഞ്ഞു. അവളുടെ സൂക്കേടിന് അവൾ എന്നെ കൊണ്ട് ഉണ്ടാക്കി. അവൾ ആരാന്ന് അവളുടെ വിചാരം? വലിയ പതിവ്രത. നീ ആരുടെ കാര്യമാണ് പറയണേ? നോക്കടാ, എന്തേലും കേസില്ല, അത് ആരെങ്കിലും ഇങ്ങനെ എഴുതി. കൊള്ളാലോ. ആരുടെ ഇത്? അതിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? അക്ഷയിലെ സുന്ദരിക്കോത.
എന്നിട്ട് അവളുടെ വാക്കും കേട്ട് ആ മൊണ്ണ എന്നെ തല്ലാമെന്നിരിക്കുന്നു. എത്ര എണ്ണം കിട്ടി? കിട്ടിയതിൻ്റെ പണി എങ്ങനെ തിരിച്ചു കൊടുക്കണം ആരൊക്കെ അറിയാം. ഇനി അവളവനും പുറത്തിറങ്ങി നടക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. ഡാ പോയി പണി മേടിച്ച് കൂട്ടലോട്ടോ. പോടെ. അതിരൂപേ. ഹലോ സാറേ, ഫേസ്ബുക്കിലൊരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ആ ഞാൻ സാറ് സെൻഡ് ചെയ്തിട്ടുണ്ട്. സാറൊന്ന് കണ്ടു നോക്കൂ. ആ ശരി ശരി. ചേട്ടാ ഒരു ചായ. ഇതെനിക്കറിയാവുന്ന ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ ഫോട്ടോ ആരോ സോഷ്യൽ മീഡിയയിൽ ദുരുപയോഗം ചെയ്തിരിക്കും. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നുകൂടിയാണിത്. ബി കെയർഫുൾ മൈ സിസ്റ്റേഴ്സ്.